നമസ്കാരം. സൂംബയിൽ പ്രതിഷേധത്തിന്റെ താളം ചവിട്ടിയവർക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് നൽകിയ ചുട്ട മറുപടിയിൽ നിന്ന് തുടങ്ങാം. ലഘു വസ്ത്രം എന്ന് പറഞ്ഞല്ലോ, യൂണിഫോർട്ടിനാണ് നടത്തുന്നത്. തെറ്റായ ഒരു വൃത്തികെട്ട കണ്ണു വെച്ച് കാണുന്നുണ്ടാ കുഴപ്പം. നമ്മുടെ മക്കളല്ലേ, കൊച്ചു പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഡാൻസ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ വേറെ രൂപത്തിലുള്ള കാണുന്നു വെച്ചാൽ അത് വൃത്തികെട്ട കണ്ണിന്റെ ഒരു സിമ്പൽ. അല്പവസ്ത്രധാരികളുടെ ആഭാസ നൃത്തം എന്ന മട്ടിൽ സൂംബയെ അവതരിപ്പിക്കുന്ന ഏതാനും ചില മതസംഘടനകളുടെ നിലപാടുകൾക്ക് മുന്നിൽ തീരുമാനം തിരുത്തില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. സംഗീത നൃത്ത മിശ്രിത വ്യായാമ പരിശീലന മുറ എന്ന നിലയിൽ സൂംബയെ സ്കൂളുകളിൽ കൊണ്ടുവരാനുള്ള നീക്കം വിശ്വാസത്തെ കൂട്ടുപിടിച്ച് എതിർക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോൾ പ്രതിഷേധമുയർത്തുന്നവർക്ക് നേരെയുള്ള വിമർശനം. സുന്നി സംഘടനകളും KNM മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSFും സുംബ വിരുദ്ധ ചേരിയിലാണ്. അല്പവസ്ത്രം എന്ന ആശങ്ക ഉയർത്താൻ ഇത് സാംബയല്ല സൂംബയാണെന്ന് വിശദീകരിക്കുന്ന FB പോസ്റ്റുകളും വ്യാപകമാകുന്നുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോമിലും സ്കൂൾ സമയക്രമ പരിഷ്കരണത്തിലും വിമർശനങ്ങളെ തുടർന്ന് പിന്നാക്കം പോയ സർക്കാർ സൂംബ വിഷയത്തിൽ ഉറച്ചു നിൽക്കുമോ? അങ്ങനെയെങ്കിൽ സൂംബയിൽ ചുവട് പിഴയ്ക്കുന്നത് ആർക്കാണ്? എൻകൗണ്ടർ തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. മതം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടരുത്. അവർക്ക് അഭിപ്രായം പറയാം, ഇതാണ് നല്ലത്, ഇത് മോശമാണ്. പക്ഷേ ഒരു ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൽ മതം വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിൽക്കണം. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ ശ്രീമതി VP സുഹറ നമ്മളോടൊപ്പമുണ്ട്. CPM-ൽ നിന്ന് ശ്രീ ജെയ്ക് സി തോമസ്, അതോടൊപ്പം തന്നെ വിസ്ഡം സ്റ്റേറ്റ് കൗൺസിലർ ശ്രീ അബ്ദുൽ ഹമീദ് പറപ്പൂർ, ഒപ്പം തന്നെ സുംബ പരിശീലകയായ ശ്രീമതി അനിത ആശിഷ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ ഉള്ളത്. ശ്രീമതി VK സുഹറ, സുംബ സ്കൂളുകളിൽ നിർബന്ധമാക്കുന്നതിനെതിരെ ഇപ്പോൾ പ്രതിഷേധം ഉന്നയിക്കുന്നവർ നിരത്തുന്ന വാദങ്ങളെക്കുറിച്ച് താങ്കൾക്ക് ബോധ്യമുണ്ടോ? അതിലേതെങ്കിലും ഒരു വാദത്തോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? അങ്ങനെ യോജിപ്പില്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു എതിർപ്പ് സൂംബ നിർബന്ധമാക്കുന്നതിന് പിന്നിൽ ഉയർന്നു വരുന്നത്? ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് നമ്മുടെ ചെറുപ്പങ്ങൾ, നമ്മുടെ ബാല്യങ്ങൾ ഒരുപാട് മാനസിക സംഘർഷങ്ങളിലും ഈ ലഹരി മാഫിയയുടെ പിടികളിലൊക്കെ പെട്ട് ഒരുതരം അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും നമ്മുടെ ഈ ചെറുപ്പങ്ങളെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും ഇത്തരം മാനസിക ശാരീരിക വ്യായാമങ്ങളെ എതിർക്കുകയില്ല. ഇതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരൊറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വസ്ത്രധാരണം മാത്രമല്ല, ആൺ പെൺ ഒരുമിച്ച് ഇരുന്ന് പ്രവർത്തിക്കുന്നതിനുള്ള എതിർപ്പാണ് ഇവർ ശക്തമായി പറയുന്നത്. അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് നിന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വെറും ലൈംഗിക ബന്ധം മാത്രമാണോ? സൗഹൃദം വേണ്ടേ? ഒരു സൗഹൃദം ഇല്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ചെറുപ്പങ്ങൾ ഈ നമ്മുടെ അമ്മമാരുടെ മടിയിൽ നിന്ന് അവർ കടന്നു ചെല്ലുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും അതുപോലെ തന്നെ പാവപ്പെട്ടവരും പണക്കാരും എല്ലാം ചേർന്നുള്ള സ്ഥാപനമാണ്, പഠിക്കുന്ന സ്ഥാപനമാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനം. അത് ഗവൺമെൻറ് എടുത്ത ഈ നിലപാട് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഗവൺമെൻറ് ജെൻഡർ ന്യൂട്രലിനെതിരെ ഇവർ വന്നപ്പോൾ അത് പിന്തിരിഞ്ഞതുപോലെ ഈ വിഷയത്തിൽ പിന്തിരിയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മതയാഥാസ്ഥിതികരുടെ വോട്ട് വാങ്ങി അവർ ജയിക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിൽ നമുക്ക് നാളേക്ക് വേണ്ട ബാല്യങ്ങളെ നമ്മൾ സംരക്ഷിച്ചു പോരുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് കൊടുത്തും നമ്മൾ അവരെ പിന്തിരിച്ചു പോയി. ഇപ്പോൾ ഈ കാലഘട്ടത്തിനൊന്നും ഇല്ലാത്ത തരത്തിൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമൊക്കെ ആത്മഹത്യയിലേക്ക് പോകുന്ന മാനസിക സംഘർഷങ്ങൾ ഒരുപാടുണ്ട് ഈ കുട്ടികളുടെ ഇടയിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വ്യായാമത്തെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ വ്യായാമം ശാരീരികമായും മാനസികമായും ഒരു ശക്തി പകരുന്ന ഒരു ഡാൻസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവരെന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
എന്താണ് സദാചാരം? അല്ല ശ്രീമതി വി പി സുഹറ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ ഈ വരുന്ന എതിർപ്പുകൾക്ക് പിന്നിൽ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിലുള്ള ഒരു എതിർപ്പാണെന്നും ഇത് സദാചാരത്തിന്റെ ഭാഗമായി, അതായത് ഒരു മതാധിഷ്ഠിതം എന്ന് പറഞ്ഞുകൊണ്ട് അതിലുണ്ടാകുന്ന ഒരു അസഹിഷ്ണുതയും അതോടൊപ്പം സദാചാരത്തിന്റെ ഒരു വേലിക്കെട്ടും ഉണ്ടാക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഉയർന്നു വരുന്ന എതിർപ്പുകൾ എന്നാണോ താങ്കൾ കരുതുന്നത്? കാരണം ഇവിടെ പറയുന്നത് മറ്റു പല കാരണങ്ങൾ കൂടിയാണ്. നിർബന്ധപൂർവ്വം നടപ്പാക്കുന്നു, കൂടിയാലോചനകൾ ഉണ്ടായില്ല, ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ഇതിൽ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് മാറി നിൽക്കാൻ കഴിയണം, ഇത് ഒരു ലഹരിക്ക് എതിരെയല്ല, ഇത് ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, ഇത് ഒരു മോഡേൺ നൃത്തരൂപമാണ്, നമ്മളെല്ലാം ഈ അനുകരണ കലയിലേക്ക് മാറുന്നു, ഇത് ആഘോഷമായി മാറ്റുകയാണ്, ഇതൊന്നുമല്ല ഇത് പഠിക്കാൻ, ഈ സംസ്കാരം പഠിക്കാനല്ല സ്കൂളിലേക്ക് വിടുന്നത് എന്നൊക്കെയാണ് കാരണങ്ങളായി പറഞ്ഞത്. അതൊന്നുമല്ല, മറഞ്ഞിരിക്കുന്ന വേറെയും കാരണങ്ങളുണ്ട് എന്നാണോ ശ്രീമതി വി പി സുഹറ കരുതുന്നത്? അതെ, ഞാൻ പറയുന്നത് അത് തന്നെയാണ്. ഒന്നാമത് ഇവർക്ക് ഭയങ്കര അസഹിഷ്ണുതയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുക, ഒരുമിച്ച് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര അസഹിഷ്ണുത ഉണ്ടാക്കുന്നതാണ്. ഇത് മതരാഷ്ട്രമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മതരാഷ്ട്രമല്ല. മതസംഘടനകളോടൊക്കെ ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടത്തുക എന്ന് പറയുന്നത് അത് പ്രായോഗികമായ ഒരു കാര്യമാണോ? പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എന്ത് വിലയാണ് ഉണ്ടാവുക? ഇപ്പം തന്നെ ഒരു ജാനകിയുടെ പ്രശ്നം വന്ന് അത് കോടതിയിലേക്ക് വരെ കയറേണ്ട ഒരവസ്ഥ വന്ന് ഒരു പേരിൻ്റെ പേരിൽ. അപ്പം ജാനകി, ഫാത്തിമ ഇതൊക്കെ പേര് വരുമ്പോൾ നമ്മൾ എന്താണ് അതിന് പോലും ഒരു ഈ അസഹിഷ്ണുതകളുടെ പിന്നെ മതയാഥാസ്ഥിതികളുടെ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അതിനെ തടയിടാൻ നമ്മൾ ഈ സമൂഹത്തിനെ നമുക്ക് നാളേക്ക് വേണ്ട കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അതിനെതിരെ എതിർക്കേണ്ട കാര്യം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കുട്ടികൾ നാളത്തെ കുട്ടികളാണ്, നാളെ നമ്മളോടൊപ്പം നമുക്ക് വേണ്ടി പറയേണ്ട കുട്ടികളാണ്. അവരെ ആഹ്ലാദിക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ. അല്ലാതെ അവർ ആത്മഹത്യ ചെയ്തതിന് മാനസിക സംഘർഷം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ മോശമാണോ ഇത്? അത്രയ്ക്ക് മോശമാണോ? എല്ലാത്തിനെയും മതത്തിൻ്റെ വാതിൽ കെട്ടുന്നത് എന്തിനാണ്? ഇത് മതവിശ്വാസമല്ല, മത അന്ധത എന്നാ ഇതിന് പറയാ. മതാന്ധത, മതവിശ്വാസമല്ല, മതാന്ധത. അല്ലാതെ പിന്നെന്താ? മതവിശ്വാസത്തിന് വല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? ഒരു ഉമ്മനെ ആണിനെ പെണ്ണിനെ പ്രസവിക്കുന്നില്ലേ? ഇത് എന്തൊരു കഷ്ടമാണ്. ഇങ്ങനെ പെൺകുട്ടികളെ എപ്പോഴും വലിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുക ഇവർ ചെയ്യുന്നത്. എന്താണ് ഇതിന് കാരണം? മനസ്സിലാവുന്നില്ല. എല്ലാത്തിനെയും മതത്തിൽ വെച്ച് കെട്ടും. കലാപരമായ കാര്യങ്ങളാണെങ്കിൽ അതിന് മറ്റൊരു വിഭാഗം, അതിൻ്റെ പേര് പറയാൻ പാടില്ല, അങ്ങനത്തെ പേര് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഏത് സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് പരിഷ്കൃതമായി പല മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ പരിഷ്കൃതമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഅബ സ്ഥിതി ചെയ്യുന്ന പിന്നെ സൗദിയിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴെന്താണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതസംഘടനകളോട് ചോദിച്ചിട്ടേ പരിപാടികൾ നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഇതൊക്കെ നമുക്ക് ശരിക്കും ലജ്ജ തോന്നാണ്. ശരിക്കും എന്തിനാണ് ഇവർ പെൺകുട്ടികളെയും യുവത്വത്തിനെയും ഒക്കെ വലിച്ചു മുറുക്കുന്നത്, പിന്നിലേക്ക് കൊണ്ടുവന്നത്? പിന്തിരിപ്പൻ ആശയങ്ങളല്ലേ ഇതൊക്കെ പറയുന്നത്? ഡാൻസ് ചെയ്യാനും ആ പണ്ട് കാലം മുതൽക്കേ ഞാൻ മനസ്സിലാക്കുന്നത് കല്യാണങ്ങളിലും ഒക്കെ തന്നെ നൃത്തങ്ങളും പാട്ടുകളും ഒക്കെ ഉണ്ട്. അതാണും പെണ്ണെല്ലാം ചേർന്നിട്ട് തന്നെ ആയിരിക്കാം. അതൊന്നും ആ കാലഘട്ടത്തിൻ്റെ കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് ഈ ആധുനിക കാലത്തും ഇവർ പറയുന്നത് ഇതൊന്നും പാടില്ല. എന്താണ് ഇത് ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അവർ പറയട്ടെ. ഞാനിതാ താങ്കളിലേക്ക് വീണ്ടും വരാം. ഇവിടെ അബ്ദുൽ ഹമീദ് പറപ്പൂർ പറഞ്ഞോളൂ. ഞാനാ പറയാൻ പറഞ്ഞ? ഓ പറഞ്ഞോളൂ. ഹലോ പറയൂ. ഹലോ അല്ല, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഈ പിന്നെ സദാചാരത്തിൻ്റെ പേരിൽ ഈ അടുത്ത ദിവസം ഒരു സ്ത്രീയെ പിന്നെ ആളുകൾ ആത്മഹത്യയിലേക്ക് നയിച്ചു. എന്ത് സദാചാരമാണിത്? ആളുകളെ പിന്നെ ഒരു സ്ത്രീയും പുരുഷനും സംസാരിക്കുമ്പോൾ അവിടെ പോയിട്ട് അവരെ കൊല്ലലോ, അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ ആത്മഹത്യയിലേക്ക് നയിക്കലോ. കുറച്ച് മുമ്പേ ഒരു സെയ്ദ് ബാബ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ പിന്നെ ഇലക്ട്രിക് തൂണിൽ വെച്ചിട്ട് കൊന്ന് സദാചാര ഗുണ്ടകൾ. ഇതൊക്കെയാണോ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത്? ഇതാണോ സദാചാരം? ആണും പെണ്ണും ഇരുന്ന് സംസാരിക്കാൻ പാടില്ലേ? ഞാൻ വീണ്ടും വരാം. ശ്രീ അബ്ദുൽ ഹമീദ് പറപ്പൂർ അദ്ദേഹം
വിസ്ഡം സ്റ്റേറ്റ് കൗൺസിലറാണ്. ശ്രീ അബ്ദുൽ ഹമീദ് പറപ്പൂർ, ആദ്യം എനിക്ക് താങ്കളിൽ നിന്ന് അറിയാൻ ആഗ്രഹം ഇന്ന് വന്ന 2 പ്രതികരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രതികരണം. അത് നമ്മുടെ കൊച്ചുമക്കളല്ലേ, അവരെ ഈ വൃത്തികെട്ട കണ്ണുകൊണ്ട് നോക്കുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള വിമർശനങ്ങൾ ഈ കാര്യങ്ങളിൽ ഉണ്ടാകുന്നത്. സൂംബ എന്നതൊരു ഫിറ്റ്നസ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു സംഗീത നൃത്ത വ്യായാമ മുറയാണ്, അതിനെ എതിർക്കേണ്ടതില്ല, അതുകൊണ്ട് സർക്കാർ ഇതുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞത്. 2, CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത്, മതങ്ങൾ നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആജ്ഞാപിക്കേണ്ട എന്ന്. ഈ സുംബ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 2 ഉത്തരവാദിത്തപ്പെട്ട പ്രതികരണങ്ങളെ ശ്രീ അബ്ദുൽ ഹമീദ് പറപ്പൂർ എങ്ങനെ കാണും? അല്ല, ഞാൻ നമ്മുടെ അഭിമന്യായിട്ടുള്ള VP സുഹറ ആദ്യം പറഞ്ഞ ആ ഒരു വാചകത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്നുള്ളതാണ്. നമ്മളിവിടെ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? കുട്ടികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സാധാരണ നമ്മൾ കുട്ടികളെ മൈനേഴ്സ് എന്ന നിലയിൽ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മൈനേഴ്സ് എന്ന നിലയിൽ കാണുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആവശ്യമുള്ള, സാധാരണ നിലയിലുള്ള പൊതു നിയമങ്ങൾ പോലും ബാധകമാകാത്തവരാണ് എന്ന് പറയുന്നത്, ആ കുട്ടികളെ നമ്മൾ ഒരു സമൂഹത്തിൽ കൃത്യമായ നിഷ്ഠയോടെ ചിട്ടയോടെ അടിസ്ഥാനപരമായി അവർക്ക് നൽകേണ്ടത് എന്തോ അതൊക്കെ നൽകി വളർത്തണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം, ഒരു 10-35 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ പുതിയൊരു വിദ്യാഭ്യാസ നയം വന്നത്. നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി വന്നിട്ടുണ്ട്. ആ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി ആവട്ടെ സമഗ്രമായ പഠനങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ളതാണ്. അതിൽ കുട്ടികളുടെ നാനോന്മുഖമായിട്ടുള്ള വളർച്ചകൾക്ക് വേണ്ടി എന്തെല്ലാമാണോ വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യേണ്ടതുള്ളത്, ഏതെല്ലാം രീതിയിലാണോ കുട്ടികളെ കാണേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത്, അധ്യാപകൻ എന്തായിരിക്കണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രീതി എന്തായിരിക്കണം, കുട്ടികളോടുള്ള സമീപനം എന്തായിരിക്കണം, അവർക്ക് എല്ലാ മേഖലകളിലും കരുത്തുള്ളവരാകാൻ അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും അവർക്ക് കഴിവുള്ളവരാകാൻ എന്തെല്ലാം ചെയ്യണം, ഇതെല്ലാം തന്നെ സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്ന പോളിസിയുണ്ട്. അതിൻ്റെ തുടർന്ന് വന്നിട്ടുള്ള കരിക്കുലം ഫ്രെയിം വർക്കുകളുണ്ട്. ഒരുപാട് ഡോക്യുമെൻറ്റുകൾ പല മേഖലകളും, ഈ പറഞ്ഞ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട, ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ഈ നമ്മുടെ CBSEയുടെ സൈറ്റുകളിൽ തിരഞ്ഞാൽ കാണും. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പെട്ടെന്നൊരു ദിവസം കുട്ടികൾക്ക് സ്ട്രെസ്സുണ്ട്, അതുകൊണ്ടാണ് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നത് എന്ന രൂപത്തിലുള്ള ഒരു പരാമർശം വരികയും അതിനെ തുടർന്ന് അതിനുള്ളൊരു സൊല്യൂഷനായിക്കൊണ്ട്, ഒരു പരിഹാരമായിക്കൊണ്ട് സുംബ പോലെ നൃത്തം സജസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഞാനൊരൊറ്റ കാര്യം ചോദിക്കുകയാണ്. 2014 നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി കറുത്ത ബോർഡുകൾ മാറ്റിയിട്ട് പച്ച ബോർഡ് ആക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റ് മാത്രം വായിച്ചാൽ ഈ പറയുന്നതിനെല്ലാമുള്ള ഉത്തരമുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞത് ബോർഡ് പച്ചയാണോ കറുപ്പാണോ എന്നുള്ളതല്ല, വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമാണ് പ്രശ്നമെന്ന് പറഞ്ഞു. എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത്തരത്തിൽ ഒരു കറുത്ത ബോർഡ് ഒരു പച്ച ബോർഡ് ആക്കണമെങ്കിൽ അതിനു മുൻപ് വിദ്യാഭ്യാസ വിദഗ്ധരുമായി ചർച്ച ചെയ്ത് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു കറുത്ത ബോർഡ് പച്ച ബോർഡ് ആക്കാൻ പോലും ഒരു ചർച്ച ആവശ്യമുണ്ടെന്നുള്ളതാണ്. ഇവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വിഷ്വൽ ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും, ഇത് മാത്രമേ വിഷയമുള്ളൂ. എന്നിട്ട് പോലും അതിനകത്ത് അന്ന് വർഗീയതയോ രാഷ്ട്രീയമോ ഒക്കെ കാണാൻ ശ്രമിച്ചു. അപ്പോൾ നമ്മളിവിടെ വളരെ ലളിതമായിട്ട് ഒരു ഇത്രയും വരുന്ന കുട്ടികൾക്ക് സ്കൂളിൽ സ്ട്രെസ് റിലീഫിന് വേണ്ടി സുംബ ഡാൻസ് കളിപ്പിക്കാം എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായൊരു പഠനത്തിൻ്റെയും ആവശ്യമില്ല എന്നാണോ? ഇത് ചോദിക്കുന്നത് വർഗീയതയാണോ? അല്ലെങ്കിൽ ഇത് ചോദിക്കുന്നത് മതത്തിൻ്റെ മാത്രം പ്രശ്നമാണോ? അപ്പോൾ വിദ്യാഭ്യാസ ഞാൻ എൻ്റെ ഒരു സംശയം, ഈ സുംബ എന്ന് പറയുന്ന പ്രത്യേക സംഗീത നൃത്ത വ്യായാമ പരിശീലനത്തെക്കുറിച്ച് മാത്രമാണോ നിങ്ങൾക്ക് ആക്ഷേപം?
അതോ സ്കൂൾ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അത് പഠനമുറികളാണ്, പഠിക്കാനുള്ളതാണ്, അതുകൊണ്ട് അവിടെ ഇതുപോലെയുള്ള നൃത്തരൂപങ്ങൾ ആവശ്യമില്ല? അത് സമ്മർദ്ദം കുറയ്ക്കാനാണെങ്കിലും അല്ലെങ്കിൽ ലഹരിയിലേക്ക് പോകാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾ അവരുടെ വഴിതിരിച്ചുവിട്ട് അവർക്ക് മാനസിക ഉല്ലാസത്തിൻ്റെ സാധ്യതകൾ തുറന്നിടുന്ന കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഉല്ലാസ രീതികൾ വേണ്ട എന്നതാണോ പൊതുവിലായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം? കാരണം അതൊരു കരിക്കുലത്തിൻ്റെ ഭാഗമാക്കണ്ട എന്നാണോ? അതല്ല സൂംബ എന്ന് പറയുന്ന ആ നൃത്തരൂപത്തോടുള്ള നിങ്ങളുടെ വിയോജിപ്പാണോ? ഏതാണ് ഇതിൽ പുറത്തു വരുന്നത്? അല്ല, ഇവിടെ അത് ഈ സ്ട്രെസ് കുറയ്ക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ രണ്ടു കാര്യം മനസ്സിലാക്കണം. ഒന്ന്, കുട്ടികളെ സംബന്ധിച്ചോളം അവർ പ്രാഥമികമായിട്ട് വരുന്നത് വിദ്യാഭ്യാസത്തിൽ നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതേസമയം ഒരു എൻവയോൺമെൻറ്റിന്, കുട്ടികൾ പഠിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിന് അതിന് സ്യൂട്ടബിൾ ആക്കിയെടുക്കുക, കൺവീനിയൻ്റ് ആക്കി എടുക്കുക എന്നൊക്കെ ഉള്ളത് പ്രധാനമാണ്. ഒപ്പം തന്നെ കുട്ടികൾ അനുഭവിക്കുന്ന മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനെയും പരിഹരിച്ചുകൊണ്ട് മാത്രമേ വിദ്യാഭ്യാസം നടക്കുകയുള്ളൂ. ഈ കാര്യത്തിൽ സംശയമില്ല. ഇതിന് നമ്മളെ സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലത്തിനകത്ത് തന്നെ വളരെ നേരത്തെ തന്നെ ഉള്ളതാണ് ഈ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്പോർട്സ്, മറ്റു രീതിയിലുള്ള ആർട്ടുകൾ, പെയിൻറ്റിങ്ങൾ, ഈവൻ ആർട്ട് ഇൻ്റഗ്രേഷൻ എന്നുള്ളത് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് പോലെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ എന്തോ കൊണ്ടുവരുന്നത് എന്ന പോലെ ചർച്ച ചെയ്യേണ്ട. ഇവിടെ പ്രശ്നം വെച്ചാൽ ഇത് അല്ല, അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ലല്ലോ ശ്രീ അബ്ദുൽ ഹമീദ് പറപ്പൂർ. അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? കുട്ടികളിലെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം കുറയ്ക്കാൻ സൂംബ ഡാൻസ് പോലെയുള്ള വ്യായാമ മുറകൾ സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്തിനു വേണ്ടി? ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികൾ അവർക്ക് പല വിധത്തിലായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള അവരുടെ ഒരു എസ്കേപ്പിസം, അതിൽ നിന്നുള്ള അവരുടെ അവരതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ കൂടിയാണ് ഇതുപോലെയുള്ള ലഹരി കൂട്ടായ്മകളിലേക്ക് അവർ ചെന്ന് വീഴുന്നത്. അത് വേണ്ട. ഇപ്പോൾ പഠിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം, അതല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാകാം, അതല്ലെങ്കിൽ ആ അഡോളസൻസ് പീരീഡിൽ അവർ നേരിടുന്ന പലതരത്തിലുള്ള സംശയങ്ങളുടെ പേരിലായിരിക്കാം. ഇങ്ങനെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദത്തിനിടയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ലഘൂകരിക്കുക എന്ന വളരെ ലളിതമായ, വളരെ വ്യക്തമായ ഒരു ഉദ്ദേശത്തിലാണ് ഇത് നടപ്പാക്കുന്നത്. അതല്ലാതെ ഇത് നടപ്പാക്കി ഉടനെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ആരും തന്നെ ഇനി ലഹരിയിലേക്ക് പോകില്ല. താങ്കൾ പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നം അതാണ്. അതിനുള്ള ഒരു പോംവഴി എന്ന നിലയിലോ പരിഹാരം എന്ന നിലയിലോ അല്ല, നേരെ മറിച്ച് കുട്ടികളിലെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള പല വിധത്തിലായുള്ള കാര്യങ്ങളിൽ ഒന്ന് എന്ന നിലയിലാണ് സർക്കാർ അതിനെ കണ്ടിട്ടുള്ളത്. അത് സ്കൂളുകളിൽ കൊണ്ടുവരുന്നു. പിന്നെ അത് വേണമെങ്കിൽ ഒരു ഓപ്ഷണലാക്കാം, അതായത് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം, താല്പര്യമില്ലാത്തവർക്ക് മറ്റെന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുന്നതിന് പകരം സൂംബ എന്ന് പറയുന്ന രീതി ശരിയല്ല, അത് അപകടകരമാണ്, അത് ആണും പെണ്ണും ഇടകലർന്ന് അല്പവസ്ത്രധാരികൾ നടത്തുന്ന ഡാൻസാണ്, അതിൽ നിന്നൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാകുന്നത്, ഇത് ആഘോഷത്തിൻ്റെ സംസ്കാരമാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്നതിലെ നിരർത്ഥകതയെക്കുറിച്ചാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അല്ല, നമ്മളിവിടെ അതാണ് ചർച്ച ചെയ്യുന്നത്. വെച്ചാൽ സ്ട്രെസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില അടിസ്ഥാന കാരണങ്ങൾ ഉണ്ടാകും. ഈ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തുകയും അത് സ്വാഭാവികമായും മനഃശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റുകളും ആരാണോ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരാണ് ഈ കാര്യം കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനുള്ള ഒരു വ്യക്തമായിട്ടുള്ള പരിഹാരമാണ് അവർ നിർദ്ദേശിക്കേണ്ടത്. ആ രീതിയിൽ അത് പരിഹാരം നിർദ്ദേശിക്കപ്പെടുമ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ചർച്ച വരും, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിദഗ്ധർക്കിടയിൽ ചർച്ച വരും. നമുക്കറിയാം ഇവിടെ ഇത് വന്നത് കേവലം ഒരു 1.5 മാസം മുൻപുള്ള ഒരു പരാമർശത്തിൻ്റെ ബാക്കി പത്രം എന്നല്ലാണ്. അപ്പോൾ ആ നിലയിൽ വരേണ്ട ഒന്നല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയമെന്ന് പറയുന്നത്. കാരണം ഇത് കുട്ടികളുടെ മനോനിലയെ, ജീവിത വീക്ഷണത്തെ, അവരുടെ മൂല്യബോധത്തെ, മറ്റു രീതിയിലുള്ള ഒരു സമഗ്ര വികാസത്തെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചുള്ള കൃത്യതയാർന്ന എന്തെങ്കിലും ഒരു വിശകലനം, ഒരു പഠനം ഇതൊന്നുമില്ലാതെ, പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഇത് എല്ലാ സ്കൂളുകളിലും ഒരു പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മളിവിടെ ആൺ പെണ്ണെന്നുള്ള വിഷയത്തെ മാത്രം ചുരുക്കി, വസ്ത്രം എന്നുള്ള വിഷയത്തിലേക്ക് മാത്രം ചുരുക്കി അതിനെ കാണരുത്. അതൊക്കെ നമ്മൾ വേറെ ചർച്ച ചെയ്യാം. അല്ലല്ല, അങ്ങനെ കാണേണ്ടി വരുന്നത് ശ്രീ അബ്ദുൽ ഹമീദ് പറപ്പൂർ, അങ്ങനെ കാണേണ്ടി വരുന്നത് അഷ്റഫ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യം ഇതാണ്. അതായത് അല്പവസ്ത്രധാരികൾ സൂംബ എന്ന് പറയുന്ന നൃത്തരൂപത്തെ കുറിച്ച്, അല്ലെ വ്യായാമ പരിശീലനത്തെ കുറിച്ച് അല്ല, താങ്കൾ പറഞ്ഞോളൂ. അതായത് ഡാൻസ് ചെയ്ത് ഫിറ്റ്നസ് നേടാം എന്നതാണല്ലോ സൂംബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതിൽ സംശയമുണ്ടോ? അതായത് ഈ ഡാൻസ് ചെയ്താൽ ഫിറ്റ്നസ് നേടാൻ കഴിയുമോ എന്ന കാര്യത്തിലാണോ അന്വേഷണം വേണ്ടത്, അല്ലെങ്കിൽ ഇത് കുട്ടികളിൽ സന്തോഷം ഉണ്ടാക്കും എന്ന കാര്യത്തിലാണോ പരിശോധന വേണ്ടത്? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഓരോ കലാരൂപവും അതുണ്ടാക്കുന്ന ഫലങ്ങളെ കുറിച്ചൊക്കെ ശാസ്ത്രീയമായി പരിശോധിച്ച് ശേഷമാണോ ആളുകൾ അത് പഠിക്കുന്നത്? ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒരു സൈക്കോളജിസ്റ്റ് നിൽക്കുമ്പോൾ ഈ കൗൺസിലിംഗ് കൊണ്ട് ആളുകൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് പരിശോധിച്ച ശേഷമാണോ അതിലേക്ക് പോകുന്നത്? ഇനി സംസ്കാരത്തിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഷർട്ടും പാൻറ്റും മുതൽ ഇവിടെ വിളമ്പുന്ന ഭക്ഷണം ഉൾപ്പെടെ കേൾക്കുന്ന സംഗീതം ഉൾപ്പെടെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ഉണ്ടായതാണോ? ഈ മണ്ണിൽ നിന്ന് രൂപം കൊണ്ട സംസ്കാരത്തിന്റെ ഭാഗമാണോ? സംസ്കാരമാണ് ഇനി പ്രശ്നമെങ്കിൽ? അല്ല, ഇവിടെ ഒരു കാര്യം പറയട്ടെ. ഇവിടെ ടി കെ അഷ്റഫ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ വളച്ചൊടിക്കരുത്. അദ്ദേഹം പറഞ്ഞു എന്തുള്ളൂ, ഇങ്ങനെ അല്പവസ്ത്രധാരികളായ കുട്ടികൾ തുള്ളുന്ന ഒരു സംസ്കാരത്തിലേക്ക് നയിക്കാവുന്ന അല്ലെങ്കിൽ നയിച്ചേക്കാവുന്ന എന്നൊരു പരാമർശമാണ്. അല്ലാതെ അദ്ദേഹം അതിട്ട് തുള്ളുമെന്ന് പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിച്ചാൽ മനസ്സിലാവും. രണ്ടാമതായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മൾ ഏതൊരു വ്യായാമ മുറയാകട്ടെ അതല്ലെങ്കിൽ ഏതു തരത്തിലുള്ള ഇത്തരത്തിൽ പരിശീലകർ ആവശ്യമുള്ള ഒരു കാര്യം, അത് പരിശീലനം കൃത്യമായി ലഭിച്ചവർ തന്നെയാണ് കൊടുക്കേണ്ടി വരിക. ഇവിടെ അധ്യാപകர்கள் നോക്കൂ, അധ്യാപകർക്ക് അവരുടെ ഒരു സാധാരണ രീതിയിലോ ഡിഗ്രിയോ PGയോ എടുത്തതിന് ശേഷം അവർക്കൊരു പ്രൊഫഷണൽ ഡിഗ്രി കൊടുക്കുന്നുണ്ട്. എന്തിനാണത് കൊടുക്കുന്നത്? DLEDോ BEdോ കൊടുക്കുന്നത് എന്തിനാണ്? കൃത്യമായി കുട്ടികളെ അവരുടെ മനോനിലയെ, അവരുടെ മനഃശാസ്ത്രത്തെ, അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഫിലോസഫിയെ, പെഡഗജിയെ ഒക്കെ മനസ്സിലാക്കി മാത്രമേ വിദ്യാഭ്യാസം പോലും കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ പരിശീലനമില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് കയറി ഒരു ദിവസത്തെയോ ഒരാഴ്ചത്തെയോ ട്രെയിനിങ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് സുംബ എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത്ര ലളിതമായി ഒരു 4 ദിവസം കൊണ്ട് പഠിച്ചെടുത്ത് അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യം, ഞാൻ എന്തോ വളച്ചൊടിച്ചു എന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണല്ലോ. ഞാൻ ആ വരി ഒന്ന് വായിക്കാം. ഞാനൊന്ന് വായിക്കാം. ഞാൻ പൊതുവിദ്യാലയത്തിലേക്ക് എൻ്റെ കുട്ടിയെ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ്. ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല. ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാം. ഞാൻ ഈ കാര്യത്തിൽ പ്രാകൃതനാണ്. എന്തിനെ കുറിച്ചാണ് പുള്ളി പറയുന്നത്? അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് അല്ല, എന്തിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്? എന്തിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്? പിന്നെ ആരാണ് വളച്ചൊടിച്ചത്? അല്ല, അബ്ദുൽ ഹമീദ് പർപ്പൂർ. ഞാൻ വളച്ചൊടിച്ചു എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ? അല്ലല്ല, സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുട്ടി ഇപ്പൊ ഇന്നലെ സർക്കാർ തന്നെ വെച്ചാൽ മേലുദ്യോഗസ്ഥർ തന്നെ സ്കൂളുകളിലേക്ക് സർക്കുലർ വിട്ടിട്ടുണ്ട്. കുട്ടികളോട് എന്ത് ചെയ്യണം, പരിശീലനം കഴിച്ച് വരണമെന്നുണ്ട്. ഈ പറഞ്ഞ അയച്ചിട്ടുള്ള ഫോട്ടോകൾ അല്ലെങ്കിൽ ആ സർക്കുലർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിന് കൊടുത്തിട്ടുള്ള ലിങ്കുകൾ, അതിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് വല്ല നന്നായിട്ട് മറ്റേ പർദ്ദയൊന്നും ധരിച്ചതല്ല. വസ്ത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്താണോ പാശ്ചാത്യർ പുലർത്തുന്ന മാനദണ്ഡം, ആ മാനദണ്ഡത്തിലേക്ക് പോകാമെന്നുള്ള അപകടമുണ്ട്. എന്താണ് ശ്രീ അബ്ദുൽ ഹമീദ് പർപ്പൂർ താങ്കൾ പറയുന്നത്? താങ്കൾ ഈ ദൃശ്യങ്ങൾ നോക്കൂ. സ്കൂൾ യൂണിഫോം ഇട്ട് കുട്ടികൾ നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്കൂളിനകത്ത് വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി വരുന്ന അവരുടെ സ്കൂൾ യൂണിഫോമിൽ വന്ന് അവർ നൃത്തച്ചുവടുകൾ, അവരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന്റെ ഭാഗമായി ഇത്തരം നൃത്തച്ചുവടുകൾ വെക്കുന്നത്, അത് ഇത്ര വലിയ അപകടകരമായി അവതരിപ്പിക്കുന്നതിലെ പ്രശ്നമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താ താങ്കൾ പറയുന്നത്? ഏത് തരം വസ്ത്രം ധരിച്ചിട്ടാണ് ഇവർ സൂംബ ചെയ്യാൻ പോകുന്നതെന്നാണ്? ഒരു സൂംബ അധ്യാപിക നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ അബ്ദുൽ ഹമീദ് പർപ്പൂർ, ഞാൻ താങ്കൾക്ക് പറയാനുള്ള സമയം തരാം. ഞാൻ ഒരു മിനിറ്റ്, തോമസ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിലേക്ക് ഒന്ന് പോട്ടെ. അല്ല, ഒരു കാര്യം പറയാൻ അനുവദിക്കണം. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ സ്റ്റഡി ടൂറുകൾ എന്ന രീതിയിൽ ആരംഭിച്ച ടൂറുകൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നമുക്കറിയാം. അത് ആരെങ്കിലും പ്രത്യേകമായിട്ട് കൃത്യമായിട്ട് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് പോയത് കൊണ്ടാണോ ഇന്ന് സ്റ്റഡി ടൂറുകൾ DJ പാർട്ടികളിലേക്കും അതിന്റെ അപകടങ്ങളിലേക്ക് പോയി? ഇന്ന് സ്റ്റഡി എൻട്രിയാണ്, ഒരു തുടക്കമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ശരിയാക്കേണ്ട കുറെ കാര്യമുണ്ട് കേട്ടോ ശ്രീ അബ്ദുൽ ഹമീദ് പർപ്പൂർ. വിഷാംശമില്ലാത്ത ഭക്ഷണം, ഒരു മിനിറ്റ്, വിഷാംശമില്ലാത്ത ഭക്ഷണം എല്ലാ ആളുകൾക്കും ഉറപ്പാക്കണം. ആരോഗ്യമാണല്ലോ ഏറ്റവും പ്രധാനം. ഷവർമ കഴിച്ച ആളുകൾ മരിക്കുന്ന നാടായത്. കുഴിയിൽ വീണ് ആളുകൾക്ക് അപകടമുണ്ടാക്കി മരണം സംഭവിക്കുന്ന നാടായത്. എല്ലാ റോഡുകളും ആദ്യം ശരിയാക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ വസ്ത്രത്തെക്കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ ആവലാതികൾ. അതൊക്കെയല്ലേ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ തനത് ഭക്ഷണ അങ്ങനെയാണെങ്കിൽ
നേരത്തെ പിന്നെ നമ്മുടെ കേന്ദ്രമന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ ഇനി ഇംഗ്ലീഷ് ഭാഷയും നമുക്ക് വേണ്ട, കാരണം അത് പുറത്തുനിന്ന് വന്നതാണ്. നമുക്ക് നമ്മുടെ തനത് ഭാഷയും നമ്മുടെ തനത് സംസ്കാരവും മാത്രം വളർത്തിയെടുക്കാം, അതിൽ വളരാം, അതിൽ നിലനിൽക്കാം, ആ മൂല്യബോധത്തിൽ ജീവിക്കാം. അങ്ങനെ മതിയോ? ഒന്നാമത്തെ കാര്യം, ശ്രീ അബ്ദുൽ ഹമീദ് പറപ്പൂർ, സംസ്കാരം എന്ന് പറയുന്നത് ഓരോ കാലത്തിനനുസരിച്ച് ആ കാലത്തിലെ വെല്ലുവിളികളുമായി അതിജീവിച്ചുണ്ടാകുന്ന അതാത് കാലത്ത് രൂപപ്പെടുന്ന ഒന്നാണ് സംസ്കാരം. അതിന് തനതെന്നോ ശാശ്വതമെന്നോ പറയുന്ന ഒന്നില്ല സംസ്കാരത്തിന്. അതാണ് കൾച്ചർ സ്റ്റഡീസ് ഒക്കെ നമ്മളോട് പറയുന്നത്. ശരി, ഏതായാലും നമുക്ക് ഈ വിഷയം കുറച്ചുകൂടി ആഴത്തിൽ, താങ്കൾക്ക് താങ്കളുടെ നിലപാടുണ്ട്, ഞാൻ അതിനെ മാനിക്കുന്നു. ഞാൻ ശ്രീ ജെയ്ക് സി തോമസിലേക്ക് പോകട്ടെ. ശ്രീ ജെയ്ക് സി തോമസ്, അതായത് രണ്ട് പ്രധാനപ്പെട്ട വിമർശനങ്ങളാണ് സർക്കാർ ഈ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ നേരിടേണ്ടി വരുന്നത്. ഒന്ന്, സൂംബ എന്ന് പറയുന്ന ഒരു പരിശീലനം പൊടുന്നനവേ ഇങ്ങനെ കൊണ്ടുവരുന്നതിന് പിന്നിൽ എന്താണ് കാരണം? അത് എല്ലാവരും കളിക്കണം എന്ന് നിർബന്ധിക്കുന്നത് ഉചിതമാണോ? രണ്ട്, ഇതുപോലെ ഒരു പരിശീലന മുറ സ്കൂളുകളിൽ നിർബന്ധമാക്കുമ്പോൾ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട്, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ഇപ്പോൾ അധ്യാപക സംഘടനകൾ, രക്ഷിതാക്കൾ, ഇവരുമായി ആശയവിനിമയം നടത്തിയിരുന്നോ? അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നോ? അതൊരു ജനാധിപത്യ രീതിയിലല്ലല്ലോ ഇത് നടപ്പാക്കുന്നതെന്നാണ്. ഈ രണ്ട് കാതലായ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൂംബയ്ക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുന്നത് എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അതല്ല, MA ബേബി പറഞ്ഞതുപോലെ മതം ആജ്ഞാപിക്കേണ്ട, അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി എന്ന നിലയ്ക്കാണോ? തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ടത്, ഇപ്പൊ ഞാൻ ഇന്നലെ മുതലാണല്ലോ ഈ ചർച്ച ആരംഭിക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ ഇതൊരൽപ്പം പരിഹാസത്തോടുകൂടെ അത് അർഹിക്കുന്ന വില മാത്രം നൽകി സംവാദ ഭൂമികയുടെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയേണ്ട ഒന്നാണ് എന്നുള്ളതാണ് പൊതുവിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന പല ആളുകളുടെയും ഒരു ധാരണ, ഒരു പൊതുബോധം അതായിരുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം പുലർന്നപ്പോഴേക്കും സ്ഥിതിഗതികൾ ആകെ മാറി. ഇത്തരത്തിൽ മ്യൂസിയം പീസുകളായി മാറേണ്ട ചില ആളുകൾ, അതായത് അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ പറയുന്നു, മ്യൂസിയത്തിനുള്ളിലെ ഫോസിലുകളായി കാലത്തിന്റെ മുമ്പോട്ടേക്ക് പോക്കിൽ മാറിക്കഴിഞ്ഞ ചില ആളുകളെ അനുസ്മരിപ്പിക്കുന്ന 2025 മ്യൂസിയം പീസുകൾ, ഇതിനെതിരെ വർദ്ധിത വീര്യത്തോടുകൂടെ ഇന്ന് പകൽ അത്രയും രംഗത്ത് വന്നിരിക്കുകയാണ്. അവരിൽ പലരുടെയും ജൽപ്പനങ്ങൾ, മലയാളി കാലിനടിയിൽ ചവിട്ടി അരച്ച് കളയുന്ന പുല്ലിന്റെ പോലും വില കൊടുക്കേണ്ടതില്ലാത്ത ചില ജൽപ്പനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്രതികരണങ്ങളായി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഞാൻ ഇന്നലെ വരെ ഇത്തരം ഒരു മനോഭാവത്തോടുകൂടെ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച ആളല്ല. പക്ഷേ ഇന്നൊരു പകൽ നേരം അത്രയും കാണേണ്ട വന്ന വിദ്യാഭ്യാസ രംഗത്തെ നവീനമായ, ലോകമെമ്പാടുമുള്ള പല ആളുകളും ഇതിനോടകം അംഗീകരിക്കുകയും ശാസ്ത്രീയമായി സ്വീകരിക്കുകയും ചെയ്ത കേരളത്തിൽ ഇപ്പോൾ നമ്മൾ അനുവർത്തിക്കാൻ ശ്രമിക്കുന്ന ഈ മാറ്റത്തോടുള്ള പ്രതികരണങ്ങൾ കണ്ടപ്പോഴാണ് ഈ വിധമുള്ള ശക്തമായ പ്രതികരണം ഇത് ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തിയത്. എന്തുകൊണ്ട് ഇത് പറയേണ്ടതായി വരുന്നു? ഇപ്പൊ അങ്ങയുടെ ചോദ്യം അവരുടെ ചില പ്രതികരണങ്ങളെ കൂട്ടി ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത്തരത്തിലൊരു സമവായ ചർച്ച, ഇതിന്റെ ശാസ്ത്രീയമായ യുക്തി ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ്. ബഹുമാനീയനായ സഹപാനലിസ്റ്റ്, എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി പേരെടുത്തറിയില്ല, അദ്ദേഹം എന്തായാലും മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹം പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്ന ചില കുബുദ്ധികൾ മനസ്സിലാക്കേണ്ടത്, പരിമിത വിഭവന്മാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അല്പ ദിവസങ്ങൾക്ക് പുറകിലാണ് നമ്മുടെ ന്യൂയോർക്ക് നഗരസഭയുടെ മേയർഷിപ്പിലേക്ക് സൊഹറാൻ മാംദാനി എന്ന മുസ്ലിമായ കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ളയാൾ തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ള വാർത്തകൾ വരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആക്ഷേപിച്ചത് ബഹുമാനീയനായ സുഹൃത്ത് ഓർമ്മിക്കുന്നുണ്ടാവും. എങ്ങനെയാണ് ഒരു മുസ്ലിമായ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവി മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന ഘട്ടം വരുമ്പോൾ ഇതാ ഒരു കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ, അങ്ങനെയാണ് അദ്ദേഹം ആക്ഷേപിക്കാൻ ശ്രമിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ ഇടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങ് മനസ്സിലാക്കേണ്ടത്, അങ്ങയെ നയിക്കുന്ന ബുദ്ധിയുടെ ഉടമകളും മനസ്സിലാക്കേണ്ടത്, സൂംബയുടെ കണ്ടുപിടുത്തക്കാരനായ ആൽബർട്ടോ ബേട്ടോ പെറസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനല്ല. അങ്ങ് മനസ്സിലാക്കണം. സൂംബ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപാടിയുമല്ല. മറിച്ച് എന്താണ് സംഭവിക്കുന്നത്? ലോകമെമ്പാടും 2 ലക്ഷത്തിലധികം വരുന്ന കേന്ദ്രങ്ങളിൽ, 196-ലധികം വരുന്ന ലോകരാജ്യങ്ങളിൽ 15 മില്യണിലടക്കം വരുന്ന മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഹിന്ദുക്കളും അഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അക്രൈസ്തവരും എന്ന് വേണ്ട മതജാതി സാമുദായിക വ്യത്യാസങ്ങൾക്ക് അതീതമായി 15 മില്യൺ ആളുകൾ അവരുടെ ദിനചര്യയുടെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ള ഒരാരോഗ്യ കായിക വിനോദമാണ് സൂംബ നൃത്തം എന്ന് പറയുന്നത്. അതിന്റെ ശാസ്ത്രീയ യുക്തിയെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ ഈ എണ്ണമാണ് എനിക്ക് അതിനെ സംബന്ധിച്ചുള്ള മറുപടി. അതിന്റെ പരീക്ഷണാർത്ഥമുള്ള വിജയങ്ങളുടെ പ്രതിഫലം എവിടെ, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എവിടെ എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യമെങ്കിൽ, ലോകത്ത് വിദ്യാഭ്യാസ ക്രമത്തിൽ ഏറ്റവും മുന്തിയത് എന്ന് തലയിൽ ആൾതാമസമുള്ളവർ, അത് പ്രത്യേകം പറയണല്ലോ, തലയിൽ വെളിച്ചം ചൂടി എന്ന് വൈലോപ്പള്ളി പാടിയത് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ്. തലയിൽ വെളിച്ചം ചൂടിയ തലമുറകൾക്ക് അഭിവാദ്യങ്ങൾ എന്ന വൈലോപ്പള്ളിയുടെ കവിത ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിച്ചെടുക്കാം. തലയിൽ വെളിച്ചം ചൂടിയ ഒരല്പമെങ്കിലും വെളിച്ചമുള്ള ലോകമെമ്പാടുമുള്ള മുഴുവൻ മനുഷ്യന്മാരും
വിദ്യാഭ്യാസ ക്രമത്തിൽ അനുവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു അന്തർദേശീയ മാതൃക എന്ന് പറയുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടേതാണ്. സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ ഉൾപ്പെടെയുള്ള ഏതാണ്ട് പ്രമുഖമായ പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും വിദ്യാഭ്യാസ ക്രമത്തിന്റെ ഭാഗമാണ് സൂംബ പോലെയുള്ള നൃത്താവിഷ്കാരങ്ങൾ. എന്തുകൊണ്ടാണ്? കേവല നൃത്താവിഷ്കാരം എന്ന നിലയിലല്ല. 1 മാനസികാരോഗ്യം, 2 ശാരീരികമായ ഉന്മേഷം, 3 അക്കാഡമികമായ എനർജി. ഇത് 3ഉം പരിപോഷിപ്പിക്കുന്നതിൽ 60 മിനിറ്റെങ്കിലും ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങൾ നിർബന്ധമായും പരിശീലിപ്പിക്കണമെന്നുള്ളത് ലോകത്ത് പരീക്ഷിച്ച് തെളിഞ്ഞു കഴിഞ്ഞ, വിജയകരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ലോക മാതൃകയാണ്. തെറ്റിദ്ധരിക്കേണ്ടതില്ല. സ്വീഡനിൽ ആരംഭിച്ച് നോർവേയിലോ ഡെൻമാർക്കിലോ അവസാനിക്കുന്ന ഒരു പരിപാടി മാത്രമായിരുന്നില്ല ഇത്. നമ്മളുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കകത്ത് സിംഗപ്പൂരിൽ, മലേഷ്യയിൽ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട മതവിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് സിംഗപ്പൂരും മലേഷ്യയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ. വിദ്യാഭ്യാസ ക്രമത്തിന്റെ ഭാഗമായിട്ട് 75 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സൂംബ നൃത്താവിഷ്കാരം പോലെയുള്ള എയ്റോബിക് എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ സിലബസിന്റെ കൂടെ ഭാഗമാണ് ഇത്തരം രാജ്യങ്ങളിൽ. അവിടെയൊക്കെ പരീക്ഷിച്ച് വിജയിച്ച, ലോകമെമ്പാടും 186 രാജ്യങ്ങളിൽ ഇതിനോടകം സ്വാധീനം ചെലുത്തിയ, 2 ലക്ഷം കേന്ദ്രങ്ങളിൽ 15 മില്യൺ മനുഷ്യരുടെ ജീവിതത്തെ ഉന്മേഷവാന്മാരാക്കി ഏതുതരം ലഹരിയോടും വിട പറയാൻ കഴിയും വിധം മുമ്പോട്ടേക്ക് നയിക്കുന്ന ഒരു ആവിഷ്കാരം കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ പറയുകയാണ്, ഇത് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ ആഫീസിൽ നിന്ന് തന്നിട്ടില്ല. നിങ്ങളുടെ ആഫീസിലെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ കേരളത്തിൽ ഇതിനോടകം സർവ്വസ്വീകാര്യത നേടിയ ഈ നവീനമായ മാറ്റം, ലോകം അംഗീകരിച്ച ഈ മാറ്റം കേരളത്തിൽ നടപ്പിലാക്കണമെങ്കിൽ പരിമിത വിഭവന്മാരായ, തലയിൽ ആൾതാമസമില്ലാത്ത, തലയിൽ വെളിച്ചം ചൂടാൻ കഴിയാതെ പോയ ഒരു ന്യൂനപക്ഷത്തിൽ കെട്ട 1-2 പേരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ഇത് നടപ്പിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ തിട്ടൂരത്തിന് കാലിനടിയിലെ പുല്ലിന്റെ പോലും വില കൽപ്പിക്കാൻ കേരളത്തിലെ പ്രബുദ്ധ മലയാളികൾ, കേരളത്തിലെ സാക്ഷര സമൂഹം തയ്യാറാകില്ല എന്നുള്ളതാണ് അങ്ങ് തിരിച്ചറിയേണ്ടത്. ഇപ്പോ ഇതിനെ സംബന്ധിച്ചുള്ള ഏതാണ്ട് അദ്ദേഹത്തിന്റെ ആശങ്കയോ ശാസ്ത്രീയ യുക്തി, പരീക്ഷണ വിജയം, അതിനൊക്കെ ഞാൻ പ്രതികരണം നടത്തിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ടത് എന്താണ്? ഇവിടെ വിശദീകരിക്കാൻ ശ്രമിച്ചതുപോലെ ഇതിനോടുള്ള അസഹിഷ്ണുത എന്തുകൊണ്ടുണ്ടാകുന്നു? അല്പവസ്ത്രധാരികളായി തുള്ളുന്ന ഏർപ്പാടാണോ ഇത്? മാതാപിതാക്കളുടെ സമക്ഷത്തിൽ നിന്ന് നമ്മുടെ സ്കൂൾ കുഞ്ഞുങ്ങൾ ഏത് യൂണിഫോം ധരിച്ചിട്ടാണോ, ഏതളവിലും വലിപ്പത്തിലുമുള്ള യൂണിഫോം ധരിച്ചിട്ടാണോ സ്കൂൾ മുറികളിലേക്ക് പോകുന്നത്, അതേ യൂണിഫോമിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതേ വേഷവിധാനത്തോട് കൂടെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കപ്പെടുക. അതിനോടുള്ള അസഹിഷ്ണുത എങ്ങനെയുണ്ടാകുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക. ആങ്കർക്ക് നിർബന്ധമായും അറിയുന്നുണ്ടാകും. ഞാൻ ഓർമ്മിക്കുന്നു, ജീത്ത് തയ്യലിന്റെ പുരസ്കാരത്തിനർഹമായ നോവലാണ് നാർക്കോപോളിസ്. നാർക്കോപോളിസിൽ പറയുന്ന ഒരു വാചകമുണ്ട്, സംസാരിക്കുമ്പോഴും സെക്സിലും മാത്രം നീ സ്ത്രീയാകുന്നതാണ് നല്ലത് എന്ന് പറയേണ്ട വരുന്ന ഒരു ഗതികേടുള്ള ഒരു വാചകമുണ്ട്. ആ വാചകം ചില ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ആ മനോഭാവം 2025 ആണ്ടിന്റെ മുന്നേറ്റത്തിന്റെ കാലയളവിലും കേരളത്തിൽ ചില ആളുകളെ ബോധത്തെ അത് ഗ്രസിച്ചിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ബഹുമാനിയായ മലയാളത്തിന്റെ അഭിമാന പ്രതീകം കൂടിയായിട്ടുള്ള വി.എം. സുഹറ ഇവിടെ സംസാരിച്ചത് പ്രസക്തമായ കാര്യങ്ങളാണ്. ഇനിയും ഉള്ളു തുറന്ന് സ്വയം വിമർശനത്തോടു കൂടെ പരിശോധിക്കേണ്ടതാണ്. ഒറ്റ വാചകോടെ പറഞ്ഞ് ഞാനെന്റെ ഭാഗം അവസാനിപ്പിക്കാം. ഇത് ഏതെങ്കിലും ഒരു സംസ്കാരത്തിന്റെ പകർത്തെഴുത്ത് മാത്രമാണോ ഇത്? ലോകമെമ്പാടും സംസ്കാരം എങ്ങനെയാണ് വളർന്നത്? ആദാനപ്രദാനങ്ങളിലൂടെയാണ്, സ്വീകരിക്കുന്നതിലൂടെയും പുറന്തള്ളുന്നതിലൂടെയുമാണ് ലോകമെമ്പാടും സംസ്കാരം വളർന്നത്. തനതായ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ലോകത്താർക്കും, ലോകത്തൊരു മതവിഭാഗത്തിനും, ലോകത്തൊരു ജനതയ്ക്കും, ലോകത്തൊരു ദേശരാഷ്ട്രത്തിനോ അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ളത് സുചിന്തിതമായ ഏത് മനുഷ്യനും ബോധ്യപ്പെടുന്നതാണ്. അങ്ങ് ഓർമ്മിക്കുന്നില്ലേ, അല്പ ദിവസങ്ങൾക്ക് മാത്രം പുറകിൽ GCC രാജ്യങ്ങളിൽ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അമേരിക്കയുടെ പ്രസിഡന്റ് സ്വീകരിക്കപ്പെട്ടു. എങ്ങനെയാണ് സ്വീകരിക്കപ്പെട്ടത്? ഇപ്പോഴും അൽ ജസീറ ഉൾപ്പെടെയുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ കാണിക്കുന്ന ദൃശ്യം എന്താണ്? മുടി അഴിച്ചിട്ട് കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾ നടത്തുന്ന നൃത്തത്തോടു കൂടിയിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ, മുസ്ലിം മതരാഷ്ട്രങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത്. അൽ ജസീറ അതിന് നൽകിയ ഇംഗ്ലീഷ് പരിവർത്തനം എന്ന് പറയുന്നത്, അൽ അയല എന്ന് പറയുന്ന നൃത്തരൂപത്തിന്റെ ഇംഗ്ലീഷ് പരിവർത്തനം എന്ന് പറയുന്നത് ഹെയർ ഫ്ലിപ്പിംഗ് ഡാൻസ്. മുടി അഴിച്ചിട്ട് പെൺകുട്ടികൾ നൃത്തത്തോടുകൂടെ അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിക്കുകയാണ്. ഈ നൃത്തരംഗം കണ്ടപ്പോ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ആളുകൾക്ക്, ഈ പരിമിത വിഭവന്മാരായ, തലയിൽ വെളിച്ചം ചൂടിയിട്ടില്ലാത്ത ആളുകൾക്ക് തോന്നിയില്ലേ ഈ മുസ്ലിം മതരാഷ്ട്രത്തിൽ നടക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്? അവിടുത്തെ മതരാഷ്ട്രത്തിന്റെ നേതാക്കന്മാരെ നേരാം വണ്ണം വേദപഠനം പഠിപ്പിക്കാൻ, ഈ മതരാഷ്ട്രത്തിന്റെ ഫത്വകൾ പഠിപ്പിക്കാൻ വിടേണ്ടതുണ്ട്. ആർക്കും പ്രതികരണമുണ്ടായതായി കണ്ടിട്ടില്ലല്ലോ. ലോകത്തെമ്പാടും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ച അതിവിടെ പകർത്തണമെന്ന നിലയിലല്ല, ഇത് ലോകമെമ്പാടുമുള്ള മനുഷ്യകുലത്തെ സ്വാധീനിച്ച വളരെ പോസിറ്റീവായ ഒരു മൂവ്മെന്റിലേക്ക് ലോകമെമ്പാടുമുള്ള കുട്ടികളെയും വിദ്യാർത്ഥികളെയും മനുഷ്യ സമൂഹത്തെയും ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം.
ഇവിടെ സംഭവിക്കുമ്പോൾ, ഇവിടെ ഉണ്ടാകുമ്പോൾ മാത്രം ഞങ്ങളുടെ ആഫീസിൽ നിന്ന് ഫത്വ അച്ചടിച്ച് സീലൊട്ട് ഒപ്പിട്ട് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. അതില്ലാത്ത പക്ഷം ഇത് മതവിരുദ്ധമാണ്, ഇത് ദേശവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞാൽ, മിതമായ ഭാഷയിൽ മര്യാദയോടുകൂടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ പോയി പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഏതു തരത്തിലുള്ള ഫത്വകൾക്കും ഇപ്പോ കേരളത്തിൽ ഇടമില്ല. ലോകം അംഗീകരിച്ച ഈ മാറ്റത്തെ കേരളം ഇതിനോടകം എല്ലാ ജില്ലകളിലും എല്ലാ മതസ്ഥാപനങ്ങളുടെയും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മഹാഭൂരിപക്ഷം വരുന്ന കുട്ടികൾ, നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ട്രാൻസ്ജെൻഡറുകളും ഉൾക്കൊള്ളുന്ന നമ്മുടെ പൊതുസമൂഹം നല്ലവണ്ണം സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകാര്യമായ മാറ്റത്തിന്റെ കരുത്തോടുകൂടെ ഇത്തരം പുതിയ ആവിഷ്കാരങ്ങൾ മുമ്പോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. അതിൽ തല പുകയുന്നവരുണ്ടെങ്കിൽ, അതിൽ വിഷമിച്ച് വെണ്ണീറാകുന്നവരുണ്ടെങ്കിൽ തൽക്കാലം മറ്റൊന്നും അവർക്ക് ചെയ്യാനില്ല. മാത്രമല്ല ഇതിനകത്ത് ഈ സുംബ ഡാൻസിന്റെ ശാസ്ത്രീയതയെക്കുറിച്ച്, അതിലെ പരിശീലകർ അവരുടെ യോഗ്യതയെക്കുറിച്ച്, ഇത് ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ അതെങ്ങനെ പഠിക്കാൻ കഴിയും എന്ന തരത്തിലുള്ള സംശയങ്ങൾ കൂടി ഇതിനോടനുബന്ധമായി അവർ വിമർശന ബുദ്ധിയ ഉയർത്തുന്നുണ്ട്. ആ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ശ്രീമതി അനിത ആശിഷ്, സൂംബ പരിശീലകയായ ശ്രീമതി അനിത ആശിഷ് ഈ ചർച്ചയിലുള്ളത്. സൂംബ വിവാദത്തിൽ ചുവട് പിഴച്ചതാർക്ക് എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. നമ്മളോടൊപ്പം സൂംബ പരിശീലക ശ്രീമതി അനിത ആശിഷ് ഉണ്ട്. ശ്രീമതി അനിത, ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതിൽ താങ്കൾ ക്ഷമിക്കണം. കാരണം ഈ ആണും പെണ്ണും കൂടിക്കലരുന്ന, അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരമാണോ സൂംബയിലൂടെ പഠിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. സത്യത്തിൽ അത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം വിഷമമുണ്ട്. ഇത് ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ. സുംബ എന്ന് പറഞ്ഞത് പക്ക ഫിറ്റ്നസ് ഫോമാണ്. അതിൽ ഇപ്പോൾ പല ചർച്ചയിൽ ഞാൻ കേട്ടതാണ് തുള്ളൽ എന്നൊരു പ്രയോഗം. അതൊരിക്കലും ചേരില്ല. സുംബ എന്ന് പറഞ്ഞത് പക്ക ഫിറ്റ്നസ് ഫോമാണ്. ആണും പെണ്ണും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത് സുംബ അല്ലാതാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഫിറ്റ്നസ് ഫോം ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു വൾഗാരിറ്റി ഇല്ല. അത് ആണും പെണ്ണും തമ്മിൽ ചെയ്താൽ തന്നെ അതൊരു എന്താ പറയുക, അതിനൊരു ബെനിഫിറ്റ്സ് ആണ് കൂടുതലും നോക്കേണ്ടത്. അതിലിപ്പോൾ ആണെന്നോ പെണ്ണെന്നുള്ളൊരു വ്യത്യാസമില്ല സത്യത്തിൽ. പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം ഞാൻ പറയും, സ്കൂളുകളിൽ സുംബ കൊണ്ടുവരുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അവിടെ ആൺ പെൺകുട്ടികൾ ഒരുമിച്ച് സുംബ ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ ഭാവിയിൽ ഒരു തരത്തിലുള്ള മോശം ഉണ്ടാവില്ല. ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ സ്കൂളുകളിൽ തന്നെ സുംബ ചെയ്യുന്നത് സ്കൂൾ യൂണിഫോമിലാണ് സുംബ നമ്മൾ പരിശീലിപ്പിക്കുന്നത്. ഇപ്പോൾ ഓരോ രാജ്യത്തും ഓരോ കൾച്ചറാണ്. ഇപ്പോൾ ആ സാറ് സെർച്ച് ചെയ്തപ്പോൾ യൂട്യൂബിൽ കിട്ടിയതുപോലെ സുംബ അല്പവസ്ത്രമല്ല സത്യത്തിൽ. നമുക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം സുംബ ചെയ്യാൻ. അത് ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ വരുന്ന ഒത്തിരി പേരുണ്ട്, സൽവാറിട്ട് സുംബ ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഏതാണ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സ് അത് യൂസ് ചെയ്യുക. അല്ലാതെ പക്ക സുംബ ഡ്രസ്സ് ഇട്ടിട്ട് ഇന്ന ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ, ഷോർട്ട്സ് ഇടാൻ പാടുള്ളൂ, സ്ലീവ്ലെസ് ഇടാൻ പാടുള്ളൂ, അങ്ങനെ യാതൊരു തരത്തിലുള്ള നിയമങ്ങളും സുംബയിലില്ല. നമുക്ക് ഏതാണ് കംഫർട്ട്, ആ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് വേണം സുംബ ചെയ്യാൻ. ശ്രീമതി അനിത ആശിഷ്, ഇനി രണ്ടാമത്തെ കാര്യം, സുംബ ഡാൻസ് കളിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഒരു ശാരീരിക ക്ഷമതയ്ക്കും ഒരു ഫിസിക്കൽ ഫിറ്റ്നസിനും അതുപോലെ തന്നെ ഒരു മെന്റൽ ഹെൽത്തിനും അത് എങ്ങനെ സഹായിക്കും എന്നതാണ്. അതിന് എന്ത് ശാസ്ത്രീയ അടിത്തറയാണുള്ളത് എന്നതാണ് മറ്റൊരു ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആക്ച്വലി ഒരു 45 മിനിറ്റ്സ് സുംബ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. അതായത് കാലറി ബേൺ ചെയ്യും, ഹാർട്ട് ഫങ്ഷനിങ് കൂടും, എനർജി ബൂസ്റ്റ് ചെയ്യും. നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളിലും ആണെങ്കിലും വലിയ ആൾക്കാരിലാണെങ്കിലും സ്ട്രെസ് ലെവൽ കൂടുതലാണ്. ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും IT മേഖലകളിലാണെങ്കിൽ തന്നെ നമ്മുടെ സ്ട്രെസ്സ്, ജോലി ഭാരം കൂടുതലാണ്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് റിലീഫ് മാറാൻ വേണ്ടി ആൾക്കാർ സുംബ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അപ്പോൾ ആ സ്ട്രെസ് ലെവൽ അവർക്ക് മാറിക്കിട്ടും. കാരണം ഈ 45 മിനിറ്റ്സ് സുംബ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വളരെയധികം മാറിക്കിട്ടും. അതായത് എനർജി ബൂസ്റ്റ് ആവും. നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ മനസ്സിനെയും അത് ധാരാളമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്.
അതുകൂടാതെ സുംബ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് കൂടാതെ തന്നെ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും. നമ്മൾ ഇപ്പോൾ ഒരു വേദിയിൽ കയറി ഇന്ന് സംസാരിക്കാനുള്ള ഒരു നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാകും. അങ്ങനെ ഒത്തിരിയധികം ബെനിഫിറ്റ്സ്. അതുപോലെ ശ്രീമതി അനിത, ഇത് 10 മിനിറ്റ് കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒറ്റ സെഷൻ കൊണ്ടോ പഠിപ്പിക്കാൻ കഴിയുന്നതാണോ ഈ സുംബ നൃത്തരൂപം? അല്ലെങ്കിൽ ഈ സുംബ ഈ ഒരു ഈ നൃത്തവും പറയൂ. അല്ല, അതെങ്ങനെ സ്കൂളുകളിൽ നടപ്പാക്കും എന്നൊരു സംശയം കൂടി ചോദിച്ചല്ലോ ശ്രീ അബ്ദുൽ ഹമീദ്. ഓക്കെ, ഇത് ആക്ച്വലി എനിക്ക് പറയാനുള്ളത് സുംബ ലൈസൻസ് ഉള്ള ഇൻസ്ട്രക്ടേഴ്സിന് മാത്രമേ ഇത് പരിശീലിപ്പിക്കാനുള്ള അവകാശമുള്ളൂ. അതായത് അവർക്ക് അതിൻ്റെ ഇഞ്ചുറീസ്, ഇപ്പം നമുക്കിപ്പോൾ എൻ്റെ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ഇഞ്ചുറീസ് ചിലപ്പോൾ ഉണ്ടാവും, ബാക്ക് പെയിൻ ഉണ്ടാവും, നീ പെയിൻ ഉണ്ടാവും. അങ്ങനെയുള്ളത് നമുക്ക് ഇൻസ്ട്രക്ടേഴ്സിന് മാത്രമേ, ഒരു ലൈസൻസ് ഉള്ള ഇൻസ്ട്രക്ടേഴ്സിന് മാത്രമേ ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്കൂളുകളിലായാലും അധ്യാപകരെ കൊണ്ട് സുംബ ചെയ്യിപ്പിക്കുന്ന ആ ഒരു പ്രവണത ഞങ്ങൾ പാടെ എതിർക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സർട്ടിഫൈഡ് സുംബ ഇൻസ്ട്രക്ടേഴ്സിന് മാത്രമേ ഇന്ന പോലെ സ്കൂളുകളിലായാലും കോളേജുകളിലായാലും IT മേഖലകളിലായാലും ജിമ്മിലായാലും നമുക്ക് സുംബ ചെയ്യാൻ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏത് മേഖലകളിൽ തിരഞ്ഞെടുത്താലും ഇപ്പോൾ സ്കൂളുകളിൽ ഇപ്പോൾ സുംബ കൊടുക്കുകയാണെങ്കിൽ അത് സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടേഴ്സിനെ മാത്രം കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഈ പറഞ്ഞ സ്കൂൾ അധികൃതർ നോക്കേണ്ടതാണ്. ശരി, ശ്രീ ജെയ്സി തോമസ്, ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം അല്ലെങ്കിൽ വിമർശനം വരുന്നത് നിർബന്ധപൂർവ്വം ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നതാണല്ലോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾക്കോ അധ്യാപകർക്കോ ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മാറി നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നതാണ്. അല്ലാതെ നിർബന്ധപൂർവ്വം എന്നത് തലയിൽ കെട്ടിവെക്കുന്നത് പോലെയാണ് എന്ന വിമർശനമാണല്ലോ അവർ ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടതാണെന്ന അഭിപ്രായമുണ്ടോ താങ്കൾക്ക്, സ്കൂളുകളിൽ ഇത് ഒരു പദ്ധതി എന്ന നിലയിൽ അവതരിപ്പിക്കുമ്പോൾ? അതല്ല, ഇപ്പൊ ഇതിനോടൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ കൂടെ ഭാഗമായിട്ടാണ് പൊടുന്നനെയുള്ള ആദ്യ പരിപാടി സർക്കാർ നേതൃത്വത്തിൽ സ്കൂളുകളിൽ ആരംഭിച്ചിരുന്നത്. അത് ഉപജില്ലകൾ കേന്ദ്രീകരിച്ച് അധ്യാപകർക്കുള്ള 3 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന പരിശീലനവും അതേ തുടർന്ന് ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കപ്പെട്ട സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന അതേ ദിവസം മറ്റ് സ്കൂളുകളിൽ വിവിധ കേരളമെമ്പാടുമുള്ള സ്കൂളുകളിൽ ഉപജില്ലകളുടെ കീഴിൽ ഈ പരിപാടി നടത്തപ്പെടുന്നു. ഞാൻ നോക്കുമ്പോൾ എന്റെ പരിമിതമായ പരിശോധനയ്ക്കിടയിൽ ഈ പരിപാടികൾ വേണ്ട വിധം ശ്രദ്ധയോടുകൂടെ നടന്നിട്ടില്ലാത്ത സ്കൂളുകളുണ്ട്. അപൂർവമെങ്കിലും ചില സ്കൂളുകളുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ആ സ്കൂളുകൾക്കെതിരെ എന്തെങ്കിലും ഫത്വ ഉണ്ടായോ? അല്ലെങ്കിൽ അധ്യാപകരെ ഇപ്പൊ തന്നെ നീക്കിക്കളയും, അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ അംഗീകാരം റദ്ദാക്കി കളയും, PTA പിരിച്ചുവിട്ട് കളയും, മാനേജ്മെന്റിനെ ശരിപ്പെടുത്തി കളയും, ശമ്പളം തടഞ്ഞു വെക്കും. അങ്ങനത്തെ ഒരു ഫത്വയും ഉണ്ടായില്ലല്ലോ. വളരെ മാന്യമായ നിലയിൽ തന്നെയല്ലേ കേരളം അത്തരം കാര്യങ്ങളെ സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ പൂർണ്ണമായി എനിക്ക് ശ്രമിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല, യാത്രയിലായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ഒരു ശകലം എനിക്ക് തോന്നുന്നു ഈ പരിപാടിയുമായി സർക്കാർ മുമ്പോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള പരിമിത വിഭവന്മാരുടെ ഒരു തിട്ടൂരങ്ങൾക്ക് മുമ്പിലും സർക്കാർ തലകുനിക്കാൻ പോകുന്നില്ല. പിന്നെ തീരെ താല്പര്യമില്ലാത്ത കണക്കറ്റ വിയോജിപ്പ് മാത്രമുള്ളവർക്ക് മാറി നിൽക്കാം. പക്ഷേ ഈ പരിപാടിയും ഈ ക്യാമ്പയിനുമായി ഗവൺമെന്റ് മുമ്പോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. നമ്മൾ ഇതിനോടകം മാത്രമല്ല എത്രയോ. ഞാനത് ചോദിക്കാൻ കാരണം ജേക്ക്, ഇപ്പോൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോമിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ സ്കൂളിലെ സമയക്രമം സംബന്ധിച്ച കാര്യങ്ങളിൽ ഇതിലൊക്കെ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ സർക്കാരിന് ആ കാര്യങ്ങളിൽ ഇപ്പം ഞാൻ പറഞ്ഞത് ആ വിമർശനങ്ങളെ മാനിച്ചും അതിൻ്റെ ശരിതെറ്റുകളൊക്കെ പരിശോധിച്ചുമൊക്കെ അത്തരം തീരുമാനങ്ങളിൽ നിന്ന് പിന്നാക്കം പോകേണ്ടി വന്നിരുന്നു. അത് തിരുത്തുകയും ചെയ്തു. തിരുത്തുക ഞാൻ ഉദ്ദേശിച്ചത് അതിൽ നിന്ന് പിന്നാക്കം പോയി. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ ഇതേ കാരണങ്ങൾ അല്ലെങ്കിൽ ഇതേ ഇന്റൻഷനോട് കൂടിയാണ് ഇപ്പോൾ സൂംബയ്ക്കെതിരെയും വിമർശനങ്ങൾ വന്നിട്ടുള്ളതെന്ന് ജേക്കിന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിലും അങ്ങനെ എന്തെങ്കിലും വിട്ടുവീഴ്ച വേണ്ടി വരുന്ന സാഹചര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള വകുപ്പ് മന്ത്രി തന്നെ അക്കാര്യത്തിൽ നിന്ന് വാർത്താ സമ്മേളനം നടത്തി കേരളത്തിന്റെ പൊതുജന സാമാന്യത്തോട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ തീരുമാനമെടുക്കാനുണ്ടായ സാഹചര്യം, ഇതിനോടകം ഇത്തരത്തിലുള്ള ചില അല്പവിഭവന്മാരുടെ തിട്ടൂരങ്ങൾക്കപ്പുറം കേരളത്തിന്റെ ക്യാമ്പസുകളിലും കലാലയങ്ങളിലും ലഭിച്ച സ്വീകാര്യത, ജില്ല വ്യത്യാസമില്ലാതെ, ഭൂപ്രദേശം വ്യത്യാസമില്ലാതെ, എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകളുടെ സ്വഭാവം വ്യത്യാസമില്ലാതെ കേരളത്തിൽ അത് നൽകിയ പ്രതികരണം, അത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനുള്ള കരുത്തു തന്നെയാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പൊ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. അങ്ങ് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുവല്ലോ. ഇപ്പൊ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കുന്നതിനെയൊക്കെ സംബന്ധിച്ച് അതൊന്നും ഒരു അടിച്ചേൽപ്പിക്കൽ സ്വഭാവത്തോട് കൂടിയിട്ടല്ല. എനിക്ക് തോന്നുന്നു ബാലുശ്ശേരി സ്കൂള് അവിടുത്തെ PTA തീരുമാനപ്രകാരം നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ്. അതിനെതിരെ ആരുടെയൊക്കെ ജൽപ്പനങ്ങളെ നമുക്ക് കാണേണ്ടതായി വന്നു. ആ സ്കൂളിലെ കുട്ടികൾക്കോ മാതാപിതാക്കൾക്കോ ഇല്ലാത്ത പ്രാന്ത്
പുറത്ത് അപൂർവ ഇനം ചില രാഷ്ട്രീയ സംഘടനകൾക്കും ഇത്തരത്തിലുള്ള ചില പിണിയാളുകൾക്കും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരം തെറ്റായ ജൽപ്പനങ്ങളെ തള്ളിക്കളഞ്ഞ് ആ മാറ്റങ്ങളുമായി മുമ്പോട്ടേക്ക് പോയില്ലേ? കേരളത്തിൽ എനിക്ക് തോന്നുന്നു അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ സ്കൂളുകളൊന്ന് ഈ കോഴിക്കോട് ജില്ലയിലെ നടക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. കേരളം അത്ഭുതത്തോടുകൂടെ ആ മാറ്റത്തെ സ്വീകരിച്ചതിന്റെ അതല്ല ശരിയാണ് ജയ്ക്ക്. ഇവിടെ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ സുന്നി സംഘടനകൾക്ക് ഇപ്പോൾ നമ്മൾ തന്നെ ഈ ചർച്ചയ്ക്ക് ഇപ്പോൾ ഇ കെ സുന്നി വിഭാഗത്തിൽ നിന്ന് സമസ്തയിൽ നിന്ന് ആളുകളെ വിളിച്ചു, ആരും ഈ ചർച്ചയിൽ പങ്കെടുത്തില്ല. എ പി സുന്നി വിഭാഗത്തിൽ നിന്ന് വിളിച്ചു, അവരാരും ഈ ചർച്ചയിൽ പങ്കെടുത്തില്ല. KNM നിന്ന് ആളുകളെ ക്ഷണിച്ചു, അവർ പങ്കെടുത്തില്ല. പക്ഷെ അവർക്കെല്ലാം ഈ കാര്യങ്ങളിൽ ഏതാണ്ട് ഇതേ നിലപാടും അഭിപ്രായമാണുള്ളത്. ഇപ്പോൾ ഹുസൈൻ മടവൂർ പറഞ്ഞത് തുണിയില്ലാതെ ജീവിച്ച പഴയ നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ മാറുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഞാൻ ഇന്ന് മറ്റൊരു ചാനലിൽ കണ്ടത്. അപ്പോൾ ഇതിന് ഈ തരത്തിലൊരു ഈ വിമർശനങ്ങൾക്കൊരു ഏകരൂപവും ഇതിനകത്ത് നിരന്നു നിൽക്കുന്ന സംഘടനകളുടെ എണ്ണവും കൂടുന്നുണ്ടല്ലോ ജയ്ക്ക്. അതാണ് ഞാൻ ചോദിച്ചത്, അതൊരു സമ്മർദ്ദമായി സർക്കാരിന് മേൽ വീഴുമോ എന്ന്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇത്തരത്തിലുള്ള ചില ആളുകൾ കുയുക്തികൾ പ്രചരിപ്പിക്കുന്ന ചില സംഘങ്ങൾ ലോക ചരിത്ര വികാസത്തിന്റെ ഏതു പരിണാമഘട്ടങ്ങളും ഉണ്ടായിരുന്നു, ഏതു ദശാസന്ധികളും ഇത്തരം വിഷസർപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ വേണ്ടി കഴിയും. 930കൾക്കപ്പുറം സതി നിരോധിക്കാൻ ഇന്ത്യ തീരുമാനമെടുക്കുന്ന സമയത്ത് സതി നിരോധിക്കാനാകില്ല, ജീവിത പങ്കാളി മരണപ്പെടുമ്പോൾ ജീവിത പങ്കാളിയുടെ മൃതശരീരത്തിൽ നിന്ന് ഉയരുന്ന തീയിൽ എടുത്തുചാടി മരിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയ സ്ത്രീകൾ ഇന്ത്യയിലുണ്ടായിരുന്നു, ഇല്ലേ? നമുക്കറിയാമല്ലോ. അപ്പൊ ഏത് തെറ്റായ ഇത്തരത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധതകളും ഞങ്ങളുടെ അവകാശമാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന കുയുക്തികൾ, അല്പവിഭവന്മാർ, തലയിൽ വെളിച്ചം ചൂടിയിട്ടില്ലാത്ത ചില ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ലോകത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടേതായിരുന്നോ ചരിത്രം? അവരുടേതായിരുന്നില്ല ചരിത്രം. അത്തരം കുബുദ്ധികളെയും കുയുക്തികളെയും തലയിൽ വെളിച്ചം ചൂടാത്തവന്മാരെയും തള്ളി മാറ്റിക്കൊണ്ടാണ് ലോക ചരിത്രം മുമ്പോട്ടേക്ക് പോയത്. അതുകൊണ്ടാണ് ആങ്കർക്ക് ഇന്ന് ലോകമെമ്പാടും പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗമെന്ന് വേണമെങ്കിൽ അപഹസിക്കപ്പെടാൻ സാധ്യതയുള്ള ആ വേഷവിധാനം ധരിക്കാനും എനിക്കിഷ്ടമുള്ള വേഷവിധാനം ധരിക്കാനും നമുക്കൊക്കെ ഒരേപോലെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ ഉയർത്തിപ്പിടിക്കാനുള്ള പരിമിതമായ സാഹചര്യമെങ്കിലും കിട്ടിയത് എങ്ങനെയാണ്? ഈ കുയുക്തികളെയും കുബുദ്ധികളെയും തലയിൽ വെളിച്ചം ചൂടാത്തവന്മാരെയും സ്വീകരിച്ചില്ല, മറിച്ച് അവരെ തള്ളിക്കളഞ്ഞ് അവരെ തകിടം മറിച്ച് ചരിത്രം അർത്ഥപൂർണമായ പ്രൗഢഗംഭീരമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ഈ പരിമിതികളോട്. അതായത് ജയ്ക്കിന്റെ വാക്കുകളിൽ ആത്മവിശ്വാസം ഞങ്ങളോട് പറയുന്നത് സർക്കാർ ഈ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് പോകുമെന്നാണ്. എൻകൗണ്ടർ തുടരുന്നു. ശ്രീ അബ്ദുൽ ഹമീദ് പറപ്പൂർ, ഇതിൽ ഇപ്പോൾ ഈ സർക്കാർ ഇതുമായി മുന്നോട്ട് പോകും, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ആളുകൾക്ക് താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് താല്പര്യമില്ലെങ്കിൽ മാറി നിൽക്കുക എന്നൊരു ഓപ്ഷൻ കിട്ടിയാൽ തീരാവുന്നതല്ലേ ഉള്ളൂ നിങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങളും ഇപ്പോൾ ഉയർത്തുന്ന വിവാദങ്ങളുമൊക്കെ? അല്ല, ജയ്ക്കിൻ്റെ ഒരു ജനാധിപത്യ സംവാദ ഭാഷയെ ഞാൻ എന്തായാലും അഭിനന്ദിക്കുകയാണ്. അത് അദ്ദേഹം അങ്ങനെ തന്നെ തുടരട്ടെ. അദ്ദേഹം പറഞ്ഞ 156ഓളം രാജ്യങ്ങളിൽ ഇത് നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത് കേട്ടാൽ തോന്നുക 187ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യയിലെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെയാണ്. ഇവിടെ മറ്റ് രാജ്യങ്ങളിൽ ഇതില്ല എന്നുള്ളതോ ഒന്നുമല്ല നമ്മുടെ വാദം. നമ്മളെ സംബന്ധിച്ചോളം ഇതവിടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. അതിന് എന്തുമാത്രം അടിസ്ഥാനമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല രാജ്യങ്ങളിൽ എന്തെല്ലാം ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, മദ്യപിക്കുന്ന ആളുകളാണെങ്കിലും അത് സ്ട്രെസ് റിലീഫിന് വേണ്ടിയാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് മാത്രം നമുക്ക് സ്ട്രെസ് റിലീഫിന് വേണ്ടി സ്കൂളുകളിൽ മദ്യം വിളമ്പാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കേവലമായ ചില വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനെ കൗണ്ടർ ചെയ്യുകയല്ല. ഞാൻ പറഞ്ഞു, ഈ സ്ട്രെസ്സിന് കാരണങ്ങളുണ്ടെങ്കിൽ ഈ കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് ആദ്യമായിട്ട് വേണ്ടത്. അത് നടക്കാത്തിടത്തോളം ഇത്തരം ചില ഈ തട്ടിപ്പുകൾ കൊണ്ടൊന്നും കുട്ടികളുടെ സ്ട്രെസ് നീങ്ങാൻ പോകുന്നില്ല. മാത്രമല്ല നമുക്കറിയാം, ഇന്ന് നിലവിൽ നടന്ന പഠനങ്ങളിലെല്ലാം മനസ്സിലാക്കിയ ഒരു കാര്യം, കുട്ടികൾ ഇപ്പോഴ് പ്ലഷർ സീക്കിങ് അത് വർദ്ധിച്ചിട്ടുണ്ട്. ജീവിതത്തെ ആഘോഷമായി കാണുന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിലീഫിന് വേണ്ടി, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി ഉള്ള ഡോപ്പമൈൻ ഇഫക്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അതിൽ താല്പര്യമുണ്ട്, അത് നിങ്ങൾ ഇറക്കിയൊക്കെ അവർ ചെയ്യും. പക്ഷേ ഇവിടെ അതുകൊണ്ട് അവരനുഭവിക്കുന്ന യഥാർത്ഥ സ്ട്രെസ്സ് മാറുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ എന്തായാലും എനിക്ക് വലിയ ഒരു സന്തോഷമുണ്ട് നമ്മുടെ അനിത ആഷിഖിനോട്. അവർ സത്യം പറഞ്ഞു. കാരണം ഏതൊരു കാര്യവും, പ്രത്യേകിച്ചും പരിശീലനം ആവശ്യമുള്ളൊരു കാര്യം, ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് മുൻപ് അതിന് കൃത്യമായിട്ടും പരിശീലകരെ ആദ്യം പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ അതൊന്നുമില്ലാതെ, മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയ എന്താ വെച്ചാൽ, ഈ ഒരു ഡാൻസിൻ്റെ ഒരു പ്രത്യേകത, അത് മിക്കവാറും അതിൻ്റെ മുഴുവൻ വെയിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു ആങ്കറേജ് വരുന്നത് ഫീറ്റിലേക്കാണെന്നാണ്. അപ്പോൾ അത് ആ മൂവ്മെൻറ്റ്സ് കൃത്യമായിട്ടില്ലെങ്കിൽ,
മറ്റു ബോഡിയിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാകും. ഇതൊന്നും മനസ്സിലാക്കാതെ ഏതെങ്കിലും ആളുകളെ പിടിച്ചുകൊണ്ട് ഈ പരിശീലനത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രശ്നമുണ്ട്. അബ്ദുൽ ഹമീദ് പറപ്പൂർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതൊക്കെ ശരി, അതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനോടുള്ള വിയോജിപ്പിന്റെ അടിസ്ഥാന കാരണങ്ങൾ ഈ പറഞ്ഞതൊന്നും ആയിരുന്നില്ലല്ലോ. കാരണം നേരത്തെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ഒരു മൂല്യബോധത്തെ തകർക്കുന്നു, ഇത് കുട്ടികളുടെ ജീവിത വീക്ഷണത്തെ ബാധിക്കുന്നു, ഇത് അവരുടെ സ്വതന്ത്ര കാഴ്ചപ്പാടുകളെ ബാധിക്കുന്നു, ഇത് ദീർഘകാലത്തേക്കുള്ള അവരുടെ ഒരു ബിൽഡപ്പിനെ അത് ബാധിക്കുന്നു എന്നൊക്കെയായിരുന്നു. അത് തന്നെ പറഞ്ഞത് എന്ന് വെച്ചാൽ വളരെ കൃത്യമാണ്. കുട്ടികളെ സംബന്ധിച്ചോളം ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതിനുള്ള ശരിയായിട്ടുള്ള മാർഗം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അതിൽ നിന്ന് വിമുക്തമാകാനുള്ള മാർഗം എന്താണെന്നൊക്കെ അന്വേഷിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള വളരെ സ്യൂഡോ ആയിട്ടുള്ള ചില സൊല്യൂഷൻസിലേക്ക് പോവുകയാണ് ചെയ്യുക. അബ്ദുൽ ഹമീദ്, ഇതൊരു ശാസ്ത്രീയ വ്യായാമ മുറയല്ലേ? അതല്ലേ ജയ്ക്ക് പറഞ്ഞത് ഏതൊക്കെ രാജ്യങ്ങളിൽ എവിടെയൊക്കെയാണ് ഇത് ഭാഗമാകുന്നത്, അതിന്റെ റിസൾട്ടുകളെ കുറിച്ച്. അല്ലല്ല, ഇത് സാറ് പറയുന്ന പോലെ സുംബക്ക് മാത്രം സാധ്യമാകുന്നതൊന്നുമല്ല. എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ധാരാളം മാർഗങ്ങൾ വേറെയുമുണ്ട്. അല്ല, ഉണ്ട്. സൂംബ അതിലൊന്നാണ്. പോകട്ടെ, ധാരാളം മാർഗങ്ങളിൽ ഒന്നാണ് സൂംബ. പക്ഷെ സൂംബയെ നിങ്ങൾ എതിർക്കുന്നു. സാമ്പ കൊണ്ടുവന്ന എന്താ? അല്ല, സൂംബയ്ക്ക് പകരം സാമ്പ മതി എന്നാണോ? അല്ല, അത് കൊണ്ടുവന്നാലോ? കൊണ്ടുവരാം. നമ്മൾക്ക് പറയാലോ അതൊരു റിലീഫുള്ള മാർഗമാണ്. അല്ല, അതല്ലല്ലോ കൊണ്ടുവന്നത് സൂംബയല്ലേ, സാമ്പയല്ലല്ലോ കൊണ്ടുവന്നത്. അല്ല ശ്രീ അബ്ദുൽ ഹമീദ് പറപ്പൂർ, ഇത് കൊണ്ടുവന്നാലോ എന്ന് ചോദിച്ചാൽ അതല്ലല്ലോ കൊണ്ടുവന്നത്. ഗവൺമെന്റ് കൊണ്ടുവന്നത് സൂംബയാണ്. സൂംബ കൊണ്ടുവരുമ്പോൾ അതിന്റെ കാരണങ്ങൾ പറഞ്ഞിരുന്നു. മാത്രമല്ല അത് എങ്ങനെയാണ് അത് നടത്തുന്നത്. കാരണങ്ങൾ പറഞ്ഞത് രണ്ടെണ്ണമുള്ളൂ. കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ട്, ലഹരിയിലേക്ക് പോകുന്നതിന് ഈ സ്ട്രെസ് കാരണമാകുന്നുണ്ട്, അതിൻ്റെ റിലീഫാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ സാമ്പ കൊണ്ടുവന്ന എന്താ കുഴപ്പം? അല്ല, അതാണോ റിലീഫിന് വേണ്ടി അതാണോ കൊണ്ടുവന്ന കുഴപ്പം? അതെ, അല്ല, അവിടെ അപ്പോൾ സ്വാഭാവികമായും ഇതിനേക്കാൾ കുറച്ചുകൂടെ കൾച്ചറലായി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാവും. അല്ല, ഇവിടെ നമ്മുടെ നാട്ടിൽ വ്യാപകമായി ആളുകൾ ഈ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയും ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടിയും നടത്തുന്നത് സാമ്പാ നൃത്തമാണോ? അല്ല, ഇവിടെ സുംബയില്ല. ആര് പറഞ്ഞു സൂംബ ഇല്ലാന്ന്? വ്യാപകമായിട്ടൊന്നുമില്ല. ആര് പറഞ്ഞു സൂംബ ഇല്ലെന്ന്? അപ്പോൾ താങ്കൾ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? ഞാൻ പറയാം. ശ്രീ അബ്ദുൽ ഹമീദ് പറപ്പൂർ, മെക്സവൻ വിവാദമുണ്ടായി. മെക്സവൻ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഈ അടുത്ത കാലത്തായിട്ട് പരിശീലിക്കുന്നുണ്ട്. അത് ഇത്രയൊന്നും വിവാദം ആവേണ്ടതല്ലോ. മെക്സവൻ ഉണ്ടായിക്കോട്ടെ, ആവില്ലേ? അപ്പൊ നമ്മൾ ഒരു പ്രത്യേക മനസ്സിലായില്ല, എനിക്കത് മനസ്സിലായില്ല. മെക്സവൻ ഉണ്ടായിക്കോട്ടെ, മെക്സവൻ വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? അല്ല, അതാണ് സ്കൂളുകളിൽ വിദ്യാഭ്യാസ ഒരു പദ്ധതിയുടെ ഭാഗമായി ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ അതിന് പിറകിലുണ്ടാകേണ്ട പഠനങ്ങളാവട്ടെ, അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് ആണെങ്കിലും, അതിൻ്റെ കൾച്ചറൽ ഇമ്പാക്റ്റ് ആണെങ്കിലും, അതിൻ്റെ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ആണെങ്കിലും, അതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ആണെങ്കിലും, എഡ്യൂക്കേഷണൽ ഇമ്പാക്റ്റ്. അബ്ദുൽ ഹമീദ് പറപ്പൂർ, എന്റെ വളരെ ലളിതമായ സംശയമാണ്. അതായത് കുട്ടികളുടെ ഭാവി സംബന്ധിച്ച കാര്യങ്ങളിലാണ് താങ്കളുടെ ആശങ്കയെങ്കിൽ അവരുടെ സ്കൂൾ ബാഗിന്റെ വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? അവരുടെ പാഠ്യപദ്ധതി അവർക്ക് ഏറ്റവും അനുയോജ്യമായതാണോ? അതിലെന്തെങ്കിലും മാറ്റം വരണമെന്ന കാര്യം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ എന്ത് വേണമെന്ന കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഗവേഷണം നടത്തിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ടോ? കുട്ടികൾ ഈ മഴക്കാലത്ത് അപകടകരമായ സാഹചര്യങ്ങളിൽ സ്കൂളുകളിൽ പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ? കുടുംബങ്ങളിൽ അവർ നേരിടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാൻ നിങ്ങൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഇതൊന്നും പരിഹരിക്കപ്പെടേണ്ടതല്ല. പക്ഷെ ഒരു സൂംബ നൃത്തം വരുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ താങ്കൾ പറയുന്നത് വ്യക്തമാകുന്നില്ല. അതാണ് നിർദ്ദേശമല്ല, ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. മാത്രമല്ല, നിങ്ങൾ ആ വിഷയങ്ങൾ ചർച്ച വെച്ചോളൂ, നമ്മളുടെ വീക്ഷണം പറയും. ശരി, ഇപ്പൊ നിങ്ങൾ ബാക്ക് വെയിറ്റ് ഇതൊക്കെ പറഞ്ഞു, അതൊക്കെ വിദ്യാഭ്യാസ രംഗത്തുള്ള വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണെങ്കിൽ അത് ചർച്ചയിലേക്ക് കൊണ്ടുവരാറുള്ളത് നമ്മളെപ്പോലുള്ള മീഡിയകൾ തന്നെയാണ്. മീഡിയകൾ ചർച്ച കൊണ്ടുവരും, നമ്മളെ വീക്ഷണം നമ്മൾ പ്രകടമാക്കും. ശരി, ശ്രീമതി വി പി സൂറ, ഈ വിവാദം നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകും? ഇനി എന്ത് പറയാനാ? എന്നാലും ഞാൻ പറയാം, എനിക്ക് ഒറ്റൊരു റിക്വസ്റ്റേ ഉള്ളൂ. ഇത്തരം പ്രതിഷേധങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെൻറ് പിന്മാറരുത് ഇത്തരം വിഷയങ്ങൾ. കാരണം നമുക്ക് നമ്മുടെ ബാല്യങ്ങളെ, കൗമാരങ്ങളെയൊക്കെ അവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അവരെ മാനസികമായി
വളരെ ഉന്നത സ്ഥാനത്ത് എത്തിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം. പക്ഷേ ഇതിപ്പോൾ ഒരു സുംബ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നിരുന്നാൽ പോലും അതിനുള്ള ഒരു തുടക്കം എന്ന നിലയിൽ ഇത് ഏതെങ്കിലും ഒരു കുട്ടിക്ക്, പിന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, പിന്നെ ഓരോ കുട്ടികളെയും നമ്മൾ പിന്നെ സ്ട്രെസ്സുള്ള ഓരോ കുട്ടികളെയും നമ്മൾ കണ്ടെത്തുകയും അതിന് മനഃശാസ്ത്രപരമായ ക്ലാസ്സുകൾ കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇത് സ്ട്രെസ് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കോംപ്രമൈസ് ഉണ്ടാവരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അന്നത്തെ ഈ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡിനെ കുറിച്ച് പറഞ്ഞതുപോലെ ആവരുത് എന്നാണ് എനിക്കൊരു റിക്വസ്റ്റ്. ശരി, ഏതായാലും ജനാധിപത്യ രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അതിന് അധികാരവും സ്വാതന്ത്ര്യവും തരുന്നതാണ് നമ്മുടെ നാട്. അതുകൊണ്ട് ഈ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോഴൊക്കെ അതിന് സമവായത്തിന്റെ വഴികൾ നമുക്ക് കണ്ടെത്താം. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കണം. അതിന് സൂംബ ഡാൻസ് ഗുണം ചെയ്യും. ഇത്രയേ മാർച്ച് മാസം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് സ്കൂളുകളിൽ സൂംബ ഡാൻസ് കൊണ്ടുവരാനുള്ള തീരുമാനമുണ്ടായത്. കുട്ടികൾക്ക് അത് ഗുണം ചെയ്യുമെങ്കിൽ അത് തടയുന്നത് എന്തിനാണ്? ആലോചിക്കട്ടെ എല്ലാവരും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇന്നിവിടെ പൂർത്തിയാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. ഗുഡ് നൈറ്റ്.